മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പ്ലസ് വണ്ണിലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയാൻ വേണമെങ്കിൽ ഫ്ലൂയിഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആദ്യം ഡെൻസിറ്റിയെ കുറിച്ചറിയണം. ഡെൻസിറ്റി നമ്മൾ ചിലപ്പോൾ റോ അല്ലെങ്കിൽ സിഗ്മ ഇങ്ങനെയൊക്കെയാണ് സിമ്പിൾ കൊടുക്കാറുള്ളത്. ഒരുപാട് മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ള ഇക്വേഷനാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോള്യം ആണ്. അത് സാധാരണ രീതിയിൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റി സാധാരണ മാറത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരാളെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡെൻസിറ്റി മാറും. അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റി മാറാം. അല്ലാതെ നോർമൽ കേസിൽ ഡെൻസിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഡെൻസിറ്റിയുടെ അത് സ്കേലാർ ആണോ വെക്ടർ ആണോ? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് വരുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം ഡെൻസിറ്റി ആവശ്യമുള്ളത് കൊണ്ട് ആ യൂണിറ്റ് വളരെ നിർബന്ധമാണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ CGS യൂണിറ്റ് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്, ഗ്രാം പെർ CC. ഗ്രാം പെർ CCയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 1 ഗ്രാം പെർ CC ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇതാണ് ഗ്രാം പെർ CCയും അതേപോലെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് എന്ത് വേണം? വാട്ടറിന്റെ ഡെൻസിറ്റി സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് വാട്ടർ. അപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ തരണമെന്നില്ല, നമുക്കറിയണം. അത് 1 ഗ്രാം പെർ CC ആണ് വരിക. എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയും ഇതേപോലെ നമുക്ക് സ്ഥിരമായി വരുന്ന ഒരാളാണ് മെർക്കുറി. മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13.6 ഗ്രാം പെർ CC ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാക്കുകയാണെങ്കിൽ 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാ, ഇപ്പോ കറോസിന്റെ ഡെൻസിറ്റി വരുന്നത് 0.7 ഗ്രാം പെർ CC ആണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ SI യൂണിറ്റിൽ വരിക? 700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഒരു കൺവേർഷൻ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് വരണം. നമ്മൾ ഡെൻസിറ്റിയിൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇത്. വളരെ സിമ്പിളായി തോന്നുമെങ്കിലും നമ്മൾ മനസ്സിൽ വരണം, മാസ് എന്ന് പറയുന്നതിന് നമുക്ക് വോള്യം ഇൻറ്റു ഡെൻസിറ്റി എഴുതാം. ഒരുപാട് കേസിൽ നോക്കി എത്ര സിമ്പിളാ, പക്ഷെ നമ്മളിത് മാറ്റാൻ മറന്നുപോകും. അത് ഉപയോഗിച്ച് പോയാലേ മുന്നോട്ടുള്ള ആൻസറുകൾ കിട്ടുകയുള്ളൂ എന്നുള്ള കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ മാസിന് വോള്യം ഇൻറ്റു ഡെൻസിറ്റി എഴുതാമെന്ന് പെട്ടെന്ന് മനസ്സിൽ ഓടി തുടങ്ങണം. നമ്മൾ ആവറേജ് ഡെൻസിറ്റി കാണുന്ന പല കേസുകളും വരാറുണ്ട്. ആവറേജ് ഡെൻസിറ്റി കാണാൻ ഇത്രയേ ഉള്ളൂ, ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം. നമ്മൾ മുമ്പ് പല സമയങ്ങളിൽ പല കേസുകളുടെ ആവറേജ് കണ്ട പോലെ ആവറേജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം ആണ്. ഇത് നമുക്ക് ഇങ്ങനെ വരാം. മിക്സിംഗ് ഓഫ് 2 ലിക്വിഡ്സ്, രണ്ടാളുകളെ മിക്സ് ചെയ്യുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ രണ്ടാളുകളെ മിക്സ് ചെയ്യുമ്പോൾ നോക്കൂ, ഇങ്ങനെയാണ് ഒരാള്. അപ്പം മിസിബിൾ ആയിട്ടുള്ള രണ്ടാളുകളെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ മാത്രം മിസിബിൾ ആവണം ആദ്യം. ആ മിക്സ് ചെയ്യുന്നത് തന്നെ
സെയിം മാസുള്ള രണ്ടാളുകളെ നമ്മൾ എന്ത് ചെയ്തു? മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ 2 കേസുകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. സെയിം മാസുള്ള 2 ലിക്വിഡുകളെ നമ്മൾ മിക്സ് ചെയ്താൽ, അടുത്ത കേസ് സെയിം വോള്യം ഉള്ള 2 ആളുകളെ മിക്സ് ചെയ്താൽ. അപ്പോൾ സെയിം മാസ് ആണെങ്കിൽ നോക്കൂ, ഈ മാസ് എം ആണെങ്കിൽ അടുത്ത ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡിന്റെ മാസും എത്രയാണ്? എം ആണ്. പക്ഷെ ഇതിന്റെ വോള്യം V1ഉം ഇതിന്റെ വോള്യം V2ഉം ആണെങ്കിൽ ഇതിന്റെ ഡെൻസിറ്റി നോക്കിയാൽ നിങ്ങൾ ρ1 എന്നാണെങ്കിൽ അതിനെ എനിക്ക് m/V1 എന്ന് എഴുതാം. ഇതിന്റെ ഡെൻസിറ്റി ρ2 ആണെങ്കിൽ മാസ് ബൈ V2 എന്ന് എഴുതാം. ഇതാണ് അതിന്റെ ഡെൻസിറ്റി വരിക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ആവറേജ് ഡെൻസിറ്റി കാണണമെന്ന് കരുതുക. എങ്ങനെയാണ് നമ്മൾ കാണുക? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2m ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം V1 പ്ലസ് V2 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ 2m ഡിവൈഡഡ് ബൈ V1 എന്നുള്ളതിനെ m/ρ1 എന്നും V2 എന്നുള്ളതിനെ m/ρ2 എന്നും എഴുതി കട്ട് ചെയ്താൽ ആവറേജ് ഡെൻസിറ്റി കിട്ടുക നമുക്ക് 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 പ്ലസ് ρ2 എന്നാണ് കിട്ടുക. ഇതാണ് ആവറേജ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തത് ആരെയാ? സെയിം മാസിനെയാണ്. ഇനി നമുക്ക് മിക്സ് ചെയ്യുന്നത് സെയിം വോള്യം ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാസ് m1 ആ, പക്ഷെ വോള്യം V. അടുത്ത ആളുടെ മാസ് m2 ആണ്, പക്ഷെ വോള്യം V തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാളുടെ ഡെൻസിറ്റി ρ1 എന്നുള്ളത് m1/V എന്ന് എഴുതാം, ρ2 എന്നുള്ളത് m2/V എന്ന് എഴുതാം. ആവറേജ് ഡെൻസിറ്റി നമ്മൾ കാണുമ്പോൾ എങ്ങനെയാ അത് കാണുക? ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം. ടോട്ടൽ മാസ് എത്രയാ? m1 പ്ലസ് m2 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോള്യം 2V ആണ്. m1ന്റെ അവിടെ ρ1V എന്നും m2ന്റെ അവിടെ ρ2V എന്നും ഡിവൈഡഡ് ബൈ 2V എന്നും കൊടുത്താൽ ആവറേജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ρ1 പ്ലസ് ρ2/2 എന്നാണ് കിട്ടുക. അപ്പൊ 2 കേസുകളിൽ ഏതൊക്കെയാ? സെയിം മാസും സെയിം വോള്യവും മിക്സ് ചെയ്താൽ, സെയിം മാസിനെ മിക്സ് ചെയ്താൽ എന്താ വന്ന്? 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 പ്ലസ് ρ2. എന്തായിരുന്നു? സെയിം വോള്യം മിക്സ് ചെയ്തപ്പോൾ വന്നേ ρ1 പ്ലസ് ρ2/2. ഇതാണ് ആവറേജ് ഡെൻസിറ്റിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. ഡെൻസിറ്റിയുടെ കേസിൽ മറ്റൊന്ന് നമുക്കറിയാനുള്ളത് റിലേറ്റീവ് ഡെൻസിറ്റിയാണ്. റിലേറ്റീവ് ഡെൻസിറ്റിയെ നമ്മൾ RD എന്ന് എഴുതുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി റോ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ റോ വാട്ടർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മെർക്കുറിയുടെ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കാം. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഈക്വൽ ടു റോ മെർക്കുറി ഡിവൈഡഡ് ബൈ റോ വാട്ടർ എന്നെഴുതാം. ഇതില് മെർക്കുറിയുടെ ഡെൻസിറ്റി 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ, ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ വാട്ടറിൻ്റെതും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ കൊടുക്കണം. ഇങ്ങനെ വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 13.6 ആണ്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? റിലേറ്റീവ് ഡെൻസിറ്റി ഒരാളത് തന്നു എന്ന് പറഞ്ഞാൽ അത് ഡെൻസിറ്റി ഇൻ ഗ്രാം പെർ സിസിക്ക് ഇക്വലന്റ് ആയിരിക്കും. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഡെൻസിറ്റി കിട്ടി എന്നാണ് അർത്ഥം. ഇപ്പോ ഇതാ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈക്വൽ ടു നമുക്ക് 0.7 എന്ന് തന്നാൽ ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഈക്വൽ ടു 0.7 ഗ്രാം പെർ cc ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണം. ഈക്വൽ ടു അത് 700 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിനാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി
റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞാൽ റോ വാട്ടർ ഈക്വൽ ടു 1 gram per cc ആണെന്നും അത് 1000 kilogram per meter cube ഈക്വൽ ആണെന്നും മനസ്സിലാക്കണം. മെർക്കുറിയുടെ വളരെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് കേട്ടോ. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി 13.6 ആണെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം എന്ത്? റോ മെർക്കുറി ഈക്വൽ ടു 13.6 gram per cc ഈക്വൽ ടു 13,600 kilogram per meter cube ആണെന്ന് മനസ്സിൽ വരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡെൻസിറ്റിയുടെ കേസിൽ ഓർത്തു വെക്കേണ്ടത്. നോക്കൂ, അപ്പോ ഡെൻസിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ടോപ്പിക്ക് നമുക്ക് പറയാനുള്ളത് പ്രഷറിനെ കുറിച്ചാണ്. ഇനി നമ്മളിതിൽ പ്രഷറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രഷർ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഷറിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാവും. പ്രഷർ കാണാൻ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ F/A ആണ്. ഇവിടുന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാനും പലപ്പോഴും ആവശ്യം വരും. പ്രഷർ ഇൻറ്റു ഏരിയ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് പ്രഷറിൻ്റെ യൂണിറ്റുകൾ അത് സ്കേലാർ ആണോ വെക്ടർ ആണോ എന്നൊക്കെ നോക്കാം. പ്രഷർ എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ശരിക്ക് ടെൻസർ ക്വാണ്ടിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്, ഓരോ പോയിന്റിലും ഓരോ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ പ്രഷറിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഒരു സർഫസിൽ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ അതെവിടെ എങ്ങോട്ടാണ് ആക്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വെസലിൽ ലിക്വിഡ് നിറച്ച് വെച്ചു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറുകൾ നോക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഈ വെള്ളം കൊണ്ടുണ്ടാവുന്ന പ്രഷർ ഇതാ ഇങ്ങോട്ടായിരിക്കും. ഈ ഒരു പോയിന്റിലാണെങ്കിൽ ആ പ്രഷർ ഇതാ ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ ഇങ്ങോട്ടും, ഇവിടെ കിട്ടുന്ന പ്രഷർ ഇങ്ങോട്ടും. നമ്മൾ പറയുന്നത് നമ്മൾ ഏത് ഇൻ്റർഫേസ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഇൻ്റർഫേസിന് നോർമൽ ആയിരിക്കും. അപ്പോൾ പ്രഷർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷർ എന്ന് പറയുന്നത് നോർമൽ ടു ദ ഇൻ്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. നോർമൽ ടു ദ ഇൻ്റർഫേസ്. ഇങ്ങനെയാണ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. പ്രഷറിൻ്റെ SI യൂണിറ്റും നമ്മൾ മുമ്പ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. SI യൂണിറ്റ് പാസ്കലാണ്. വേറെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടല്ലോ, അവരുടെ ഒരു റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ATM ഒരു യൂണിറ്റാണ്. 1 ATM എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ പാസ്കലാണ്. ഈക്വൽ ടു 1.013 ബാറിന് ഈക്വലാണ്. ഈക്വൽ ടു 760 mm of Hg. മറ്റൊരു യൂണിറ്റാണത് mm of Hg. 760 mm of Hg എന്ന് പറഞ്ഞാൽ 1 ATM ആണ്. അല്ലെങ്കിൽ 760 ടോർ. ഇതൊക്കെ പ്രഷറുകളുടെ മറ്റ് യൂണിറ്റുകളാണ്. ഇവർ തമ്മിലുള്ള റിലേഷനും കൂടിയാണ് അവിടെ പറഞ്ഞത്. നമ്മൾ പ്രഷറിനെ കുറിച്ച് പഠിക്കുമ്പോൾ കേൾക്കുന്നതാണ് അബ്സല്യൂട്ട് പ്രഷർ. അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത് ഒരു പോയിന്റിലെ പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോയിന്റിലെ ഈ ഒരു പോയിന്റിലെ പ്രഷറാണ് വേണ്ടതെങ്കിൽ ഈ പോയിന്റിലെ ടോട്ടൽ പ്രഷർ ഇൻക്ലൂഡിങ് അറ്റ്മോസ്ഫറിക് പ്രഷർ, അറ്റ്മോസ്ഫറിക് പ്രഷറും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് മറ്റൊരാളുണ്ടാവും ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിലെ
ടോട്ടൽ പ്രഷറാണ്. പക്ഷേ അറ്റ്മോസ്ഫറിക് പ്രഷർ ഒഴിവാക്കിയിട്ടുള്ള ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ എക്സ്ക്ലൂഡിങ് അറ്റ്മോസ്ഫറിക് പ്രഷർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ആളാണ് ബാരോമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ബാരോമീറ്റർ മെഷർ ചെയ്യുന്നത് ആരാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറിനെ മെഷർ ചെയ്യുന്ന ആളാണ്. അതേപോലെ ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്നതാണ് മാനോമീറ്റർ. ഗേജ് പ്രഷർ മെഷർ ചെയ്യുന്നത് ആരാണ്? മാനോമീറ്റർ. ഇതാണ് നമുക്ക് പ്രഷറിനെ കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. വളരെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി നമുക്ക് പ്രഷർ, ഒരു ലിക്വിഡ് കോളം കൊണ്ടുള്ള പ്രഷർ കാണണം. ഇപ്പോൾ ലിക്വിഡ് കോളം കൊണ്ടുള്ള പ്രഷർ കാണുകയാണെങ്കിൽ നോക്കൂ, പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം. ഇത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് വരുന്നതാണ്. പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം. ഇനി നോക്കും, നമ്മൾ ഒരു ബീക്കറിൽ ഒരു വെസൽ കൺസിഡർ ചെയ്താൽ ആ ലിക്വിഡ് കൊണ്ട് എന്തുണ്ടാവും? പ്രഷർ ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ പ്രഷർ കാണണമെങ്കിൽ നമ്മളൊരു സിലിണ്ട്രിക്കൽ വോള്യം കൺസിഡർ ചെയ്യുക അല്ലേ? ആ ലിക്വിഡിൻ്റെ ഒരു സിലിണ്ട്രിക്കൽ വോള്യം ഓഫ് ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മളവിടെ ഒരു ഈ ഒരു സർഫസിൽ, അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പ്രഷർ ഉണ്ടാവും. അതാരാ? ഇവിടെയുള്ള പ്രഷർ PATM ആണ്. അതേപോലെ ഇവിടെ ഒരു ടോട്ടൽ പ്രഷർ മറ്റൊന്നുണ്ടാവും, അത് P. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ സർഫസിന് നോർമലായിട്ടാണ് ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എയും ഇവിടുത്തെ ഏരിയ എയും ആണെങ്കിൽ ആ ലിക്വിഡ് കോളത്തിന് താഴോട്ട് ഒരു mg എന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടും ആ ലിക്വിഡ് കോളം അവിടെ റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നാരാ? PATM × A എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ. അപ്പോൾ PATM × ഏരിയ ആണ് താഴോട്ടുള്ള ഒരു ഫോഴ്സ്. താഴോട്ട് വേറെ ആരാ? mg കൂടെ ഉണ്ട്. ഈക്വൽ ടു മുകളിലോട്ടുള്ള ഫോഴ്സ് ആരാ? P × A ആണ്. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇതവിടെ നിൽക്കുന്നുവെങ്കിൽ വരുന്ന ഇക്വേഷൻ ഇതാണ്. ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് h ആണെങ്കിൽ ആ മാസിനെ നമുക്ക് വോള്യം × ഡെൻസിറ്റി എന്ന് എഴുതാം. അപ്പോൾ PATM × A പ്ലസ് വോള്യം എന്ന് പറയുന്നത് AH ρg ഈക്വൽ ടു P × A എന്ന് എഴുതാം. മാസിനെ വോള്യം × ഡെൻസിറ്റി ആക്കി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അവിടെ A എല്ലാ ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് പോയാൽ PATM പ്ലസ് H ρg ഈക്വൽ ടു P എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുക. അപ്പോൾ P എന്ന ഈ പ്രഷർ PATM പ്ലസ് H ρg ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ പ്രഷറിൽ ATM ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അബ്സല്യൂട്ട് പ്രഷറാണ്. അബ്സല്യൂട്ട് പ്രഷറാണത്. അങ്ങനെയാണെങ്കിൽ ഗേജ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളം മാത്രം വരുന്നത് ആരാ? H ρg ആണ്. ഇതാണ് നമുക്ക് പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളത്തിൻ്റെ ഇക്വേഷൻ വരിക, H ρg. അപ്പോൾ ടോട്ടൽ പ്രഷർ പറയുമ്പോൾ അവിടെ ATM പ്രഷറും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് പോകണം. പക്ഷേ ഇവിടെ ലിക്വിഡ് കോളം കൊണ്ട് മാത്രമാണെങ്കിൽ H ρg ആണ് വരിക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ആ ലിക്വിഡിൻ്റെ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ആരെ? H.
വെർട്ടിക്കൽ ഹൈറ്റ് ആണത്. ആ വെർട്ടിക്കൽ ഹൈറ്റിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റൊന്നാരാ? ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. മറ്റൊന്നാരാ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഡയറക്റ്റ് ഡെൻസിറ്റി മാറിയാൽ പ്രഷർ മാറുന്നു എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരാം. പക്ഷേ ആ വെർട്ടിക്കൽ ഹൈറ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഓർത്ത് വെക്കണം. ഇപ്പോൾ ഒരേ ലിക്വിഡ് ആണെന്ന് കരുതുക. ഞാൻ ഇത്തരം ഒരു ബീക്കറിൽ ഇതാ ഇവിടെ ഇത്രയും വെള്ളം എടുത്തു. ഇത് വാട്ടറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രഷറിനെ ഞാൻ PA എന്ന് വിളിച്ചു. കുറച്ചും കൂടെ എന്ത് ചെയ്തു? വലിയ ഒരു ബീക്കറിൽ അത്ര തന്നെ ഹൈറ്റിൽ വീണ്ടും വാട്ടറിനെ തന്നെയാണ് എടുത്തതെങ്കിൽ താഴ്ഭാഗത്തുണ്ടാവുന്ന പ്രഷർ സെയിം ആയിരിക്കും. ഇതാണ് PB എങ്കിൽ PA ഈക്വൽ ടു ആരായിരിക്കും? PB ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതാ ഇങ്ങനെയാണ് നമ്മുടെ വെസലെങ്കിൽ ഇതേ വെസലിൽ നമ്മൾ ഇതാ അതേ ഹൈറ്റിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ആ പ്രഷർ ആരാ? അതും HROG ആണ്. ഇവിടെ വരുന്ന PC അതും നമ്മൾ നോക്കുമ്പോൾ PA ഈക്വൽ ടു PB ഈക്വൽ ടു PC ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റിന് മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യൂ എന്ന് പറയുന്നത്. ഒരേ ലിക്വിഡ് ആവണം, അല്ലെങ്കിൽ ഡെൻസിറ്റി മാറിപ്പോകും. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഇതാ അങ്ങനെയാണ്. ഇനി നമുക്ക് മറ്റൊരു ഡിപ്പെൻഡൻസ് വരുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ആ പ്രഷറിന് ഡിപ്പെൻഡൻസ് വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു G ആണ് എന്ന് പറഞ്ഞാൽ G എഫക്റ്റീവ് ആണ്. ഇപ്പം നമ്മൾ ഒരു ബീക്കർ കൊണ്ടുപോയിട്ട് ലിഫ്റ്റിൽ വെച്ചു. ആ ലിഫ്റ്റ് മുകളിലോട്ട് A ആക്സലറേഷനിൽ പോവുകയാണെങ്കിൽ അപ്പോൾ പ്രഷർ P' എന്ന് പറയുന്നത് H-rho ഇൻറ്റു G+A എന്നാവും. എഫക്റ്റീവ് ആക്സലറേഷൻ എടുക്കണം. ഇനി ആ ലിഫ്റ്റ് താഴോട്ട് A ആക്സലറേഷനിൽ വരികയാണെങ്കിൽ അപ്പോൾ എന്താ? P' പുതിയ പ്രഷർ H-rho ഇൻറ്റു G-A എഫക്റ്റീവ് ആക്സലറേഷൻ എടുക്കണം. അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിലോ അപ്പോൾ G എഫക്റ്റീവ് എന്ന് പറയുന്നത് G തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ H-rho എന്ന് തന്നെയാണ് വരിക. അപ്പോൾ അതൊരു ഫ്രീലി ഫാളിംഗ് ആണെങ്കിലോ, ഇപ്പോൾ നോക്കൂ, ഫ്രീലി ഫാളിംഗ് ലിഫ്റ്റ് താഴോട്ട് ഫ്രീലി ഫാളിങ്ങിലാണെങ്കിൽ ആ സമയത്ത് P' ഈക്വൽ ടു H-rho ഇൻറ്റു G-G എന്ന് പറയുമ്പോൾ 0 കിട്ടും. ഇതാണ് നമുക്ക് പ്രഷർ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് HROGയുടെ ഡിപ്പെൻഡൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഈ പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം, ആ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫോഴ്സ് കാണുന്നത് നോക്കാം. അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ HROG ആണെന്നറിയാം. അപ്പോൾ ആ പ്രഷറിൽ നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ആ മാറ്റം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഒരു വെസൽ ഇതാ ഇങ്ങനെ ഉണ്ടെന്ന് കരുതാം. ഇതാണ് നമ്മുടെ ഒരു വെസലെങ്കിൽ ഈ വെസലിൽ ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിൽ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്തെ പ്രഷർ, ഏറ്റവും ബോട്ടത്തിലെ പ്രഷർ ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഓക്കെ, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ HROG. പക്ഷേ സൈഡ് വാളിലെ പ്രഷറുകളിൽ മാറ്റമുണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ താഴ്ഭാഗത്തെ പ്രഷറാണ് ചോദിക്കുന്നതെങ്കിൽ ബോട്ടം സൈഡിൽ വരുന്നത് HROG തന്നെയാണ്. പക്ഷേ നമുക്ക് സൈഡ് വാളിൽ എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നോക്കാം. ഞാനിവിടുത്തെ പ്രഷർ കാണുമ്പോൾ ഒന്ന്, ഇതിൻ്റെ ഹൈറ്റ് H ആണെങ്കിൽ
ഈ ഒരു സൈഡ് വരുന്നത് എല്ലുമാണെങ്കിൽ ഇവിടെ ദാ ഒരു ചെറിയ ഒരു സ്ട്രിപ്പ് എടുത്തു നമ്മൾ. ആ ഒരു സ്ട്രിപ്പിലോട്ട് മുകളിൽ നിന്നുള്ള ഈ ഹൈറ്റ് വരുന്നത് ഒരു y ആണെങ്കിൽ ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് വരുന്നത് ഒരു dy-യുമാണെങ്കിൽ ആ സ്ട്രിപ്പിൽ അനുഭവപ്പെടുന്ന, ആ ചെറിയ സ്ട്രിപ്പിൽ അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. അതിനെ ഞാൻ dF എന്ന് വിളിച്ചാൽ ഈക്വൽ ടു y ഡെപ്തിലെ പ്രഷർ y റോ ജി ആയിരിക്കും, h റോ ജി എന്നുള്ളത് പോലെ ആര് y റോ ജി ഇൻറ്റു ഏരിയ കൊടുത്താൽ മതി. ആ സ്ട്രിപ്പിൻ്റെ ഏരിയ L ഇൻറ്റു dy എന്നല്ലേ വരിക. ഇതാണ് ആ ചെറിയ സ്ട്രിപ്പിൽ വരുന്ന ഫോഴ്സ് ഉണ്ടാവുക. അപ്പം നമുക്ക് ആ കാണുന്ന ടോട്ടൽ ഏരിയയിലുള്ള ഫോഴ്സ് കാണണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dF കിട്ടും. ഇനി ഇവിടെ റോയൽ ജി എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. y dy-ൻ്റെ ഇൻ്റഗ്രൽ വരിക y²/2 ആണ്. അതിന് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കേണ്ടത് 0 to h ആണ് അല്ലേ. h ഹൈറ്റ് വരെയാണ് നമുക്കറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് h² റോ എൽ ജി ബൈ 2 എന്നായിരിക്കും. ഇതാണ് വരിക. അതിൽ നിന്ന് ഞാൻ h ഇൻറ്റു എൽ അവിടുന്ന് പുറത്തെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ f ഡിവൈഡഡ് ബൈ h ഇൻറ്റു എൽ ഈക്വൽ ടു h റോ ജി ബൈ 2 എന്നാണ് കിട്ടുക. ഈ h ഇൻറ്റു എൽ ഏരിയ ആ സൈഡ് വാളിൻ്റെ. അപ്പോൾ പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളം ഓൺ ദ സൈഡ് വാൾ ഈക്വൽ ടു h റോ ജി ബൈ 2. ഈ ഒരു കൺസെപ്റ്റും കൂടെ അറിയണം. അപ്പോൾ ഈ ഒരു ബോട്ടം ലെവലിൽ നമുക്ക് എന്താ പ്രഷർ കിട്ടിയത്? h റോ ജി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വാളിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതെന്താ വരിക? അത് നമുക്ക് വരുന്നത് h റോ ജി ബൈ 2 ആണ്. അപ്പോൾ ഇതിൽ ലിക്വിഡ് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും അറിയണം. സൈഡിൽ എത്രയാ, അതിൻ്റെ ബോട്ടമിൽ എത്രയാന്നൊക്കെ. ഇവിടെ നമ്മളിതാ ഒരു എന്ത് ചെയ്യാണ്, പ്രഷർ കാണുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലെ പ്രഷർ വരുന്നത് ആരാണ്? h റോ ജി ആണ് വരിക. അപ്പോൾ ഹൈറ്റ് എത്രയാ? h ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ h എടുത്തു. അതേപോലെ ഈ ലെങ്ത്തിനെ ഞാൻ L എന്നും ഈ വിഡ്ത്തിനെ ഞാൻ B എന്നും വിളിച്ചാൽ ഈ ബോട്ടം സർഫസിലെ എന്ത് വേണം? ഫോഴ്സ് വേണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന് ആദ്യം പ്രഷർ വേണം h റോ ജി ഇൻറ്റു ഈ താഴ്ഭാഗത്തെ ഏരിയ അപ്പം എത്രയാണ് വരിക? L ഇൻറ്റു B. ഇതാണ് താഴ്ഭാഗത്തെ ഫോഴ്സ് വരുന്നുണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വാളിൽ കിട്ടുന്ന എന്ത് വേണം? ഫോഴ്സ് വേണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സൈഡ് വാളിലെ പ്രഷർ എത്രയാ? സൈഡ് വാളിലെ പ്രഷർ വരുന്നത് h റോ ജി ബൈ 2 ആണ്. ഞാൻ ഈ സൈഡ് വാളിലെ പ്രഷർ ആദ്യം എഴുതി. അതാരാ? h റോ ജി ബൈ 2. ഇനി ആ സൈഡ് വാളിലെ എന്ത് വേണം? ഫോഴ്സ് വേണമെങ്കിൽ ആ പ്രഷർ നമ്മൾ ആദ്യം എഴുതി h റോ ജി ബൈ 2 ഇൻറ്റു ഏരിയ ആരാ വരിക? h ഇൻറ്റു എല്ലാ വരിക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ കാണുക സൈഡ് വാളിൽ. ആ പ്രഷർ ഉപയോഗിച്ചിട്ട് ഫോഴ്സും കാണുന്നത് ഇങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെടുത്തി ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. അതിതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ ട്ടോ. ഒരു സിലിണ്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് വരുന്നത് 6 ആണ്. റേഡിയസ് എത്രയാ? 6 ആണ്. ഞാനിതിൻ്റെ h ഹൈറ്റിൽ എന്ത് ചെയ്തു? വെള്ളം നിറച്ചു എന്ന് കരുതുക. എത്ര ഹൈറ്റിലാണ്? h ഹൈറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഇതിൻ്റെ കർവ്ഡ് സർഫസിലുള്ള ഫോഴ്സും അതിൻ്റെ ബേസ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും ഈക്വൽ ആവണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഫോഴ്സ് കർവ്ഡ് സർഫസിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കണം ബോട്ടം സർഫസിലും നമുക്ക് കിട്ടുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എച്ചും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കർവ്ഡ് സർഫസിലെ നോക്കൂ, സൈഡിൽ
എത്രയാണ് പ്രഷർ? അത് എച്ച് റോ ജി ബൈ 2 ആണ്. ഇൻറ്റു ആ കർവ്ഡ് സർഫസ് ഏരിയ വേണം. കർവ്ഡ് സർഫസ് ഏരിയ എത്രയാണ് കിട്ടുക? നമ്മൾ സിലിണ്ടറിൻ്റെ 2πRL ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലിക്വിഡ് നിൽക്കുന്ന കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH ആണ്. അപ്പോൾ കർവ്ഡ് സർഫസിൻ്റെ ഫോഴ്സ് കിട്ടി. അത് ഈക്വൽ ടു ബോട്ടം സർഫസിലേതാവണമെങ്കിൽ ബോട്ടം സർഫസിലെ പ്രഷർ എച്ച് റോ ജി ആണ് ഇൻറ്റു അവിടുത്തെ ഏരിയ πr² ആണ്. എച്ച് റോ ജി കട്ട് ചെയ്ത് പോകും. ഇവിടെ ഒരു ടൂൺ പോയി, ഇവിടെ ഒരു πRഉം ഇവിടെ ഒരു πr² πRഉം പോയി. ലാസ്റ്റ് എന്താ കിട്ടിയത്? H ഈക്വൽ ടു R. അപ്പോൾ H ഈക്വൽ ടു R ആണെങ്കിൽ ഒരു സിലിണ്ട്രിക്കൽ വെസലിൽ നമ്മൾക്ക് സൈഡ് വാളിലും അതേപോലെ തന്നെ താഴ്ഭാഗത്തും കിട്ടുന്ന ഫോഴ്സുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഫോഴ്സിനെ കുറിച്ച്, പ്രഷർ ഉപയോഗിച്ചിട്ട് ഫോഴ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇതാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ പ്രഷറിൻ്റെ യൂണിറ്റിൽ ഒരു 760 mm ഓഫ് Hg പറഞ്ഞിരുന്നില്ലേ? അതെങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ബാരോമീറ്റർ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. ഒരു വെസൽ അല്ലെങ്കിൽ ഒരു ട്യൂബ്, ആ ട്യൂബിൽ മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുകയാണ്. മെർക്കുറി ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് കിട്ടേണ്ട പ്രഷർ 1 atm ആണെങ്കിൽ ഇവിടെ താഴ്ഭാഗത്ത് കിട്ടേണ്ട പ്രഷർ എത്രയാണ്? 1 atm കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം ആ മെർക്കുറിയുടെ ഹൈറ്റ് എന്നൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് മെർക്കുറി ആണെങ്കിൽ ആ ഹൈറ്റ് H ആണ്. അങ്ങനെയാണെങ്കിൽ ആ മെർക്കുറി കൊണ്ടുള്ള പ്രഷർ എത്രയാ? എച്ച് റോ ജി. അത് ഈക്വൽ ടു എത്രയാവണം? 1 atm ആവണം. എന്ന് പറഞ്ഞാൽ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. SI യൂണിറ്റിലാണെങ്കിൽ ഡെൻസിറ്റി 13,600 kg/m³ഉം G നമുക്ക് 9.8ഉം കൊടുത്തിട്ട് ഈ വാല്യൂ കിട്ടണം. ഇതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്? മെർക്കുറി കോളത്തിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് 0.76 മീറ്റർ എന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്കതിനെ 76 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 760 mm ഓഫ് Hg എന്ന് എഴുതാം. അപ്പോൾ ഈ 760 mm ഓഫ് Hg കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. 760 mm ഓഫ് Hg നമ്മൾ ഹൈറ്റ് എടുത്താൽ അതിൻ്റെ താഴ്ഭാഗത്ത് കിട്ടുന്ന പ്രഷർ എത്രയായിരിക്കും? 1 atm ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ മെർക്കുറി മാറ്റി വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് താഴത്ത് 1 atm പ്രഷർ കിട്ടണമെങ്കിൽ H വാട്ടർ ഈക്വൽ ടു 10 മീറ്റർ വരും. അപ്പോൾ മെർക്കുറിയെ സംബന്ധിച്ചിടത്തോളം 3/4 മീറ്റർ വന്നോടുത്ത് വാട്ടർ എടുക്കുകയാണെങ്കിൽ 10 മീറ്റർ വരേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ മെർക്കുറി ബാരോമീറ്റർ ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, വാട്ടർ ബാരോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നില്ല, മെർക്കുറി ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, എന്തേ കാരണം എന്ന് ചോദിച്ചാൽ ആ ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈറ്റ് കുറയാനുള്ള കാരണം എന്തേ? ഡെൻസിറ്റി ഓഫ് ദ മെർക്കുറി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതാണ് അവിടെ ഹൈറ്റ് കുറയാനും മെർക്കുറിയിലും വാട്ടറിൽ ഹൈറ്റ് കൂടാനും കാരണം. ഈ ഒരു ഐഡിയ മനസ്സിലായാൽ നോക്കൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും 76 സെൻറ്റിമീറ്റർ ഓഫ് Hg ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm ആണ് പ്രഷർ എന്ന് മനസ്സിൽ വരണം. അല്ലെങ്കിൽ പറയുക 760 mm ഓഫ് Hg ആണ് പ്രഷർ എന്ന് പറഞ്ഞാൽ മനസ്സിൽ അപ്പം കത്തണം 1 atm ആണ് പ്രഷർ എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ 10 മീറ്റർ ഓഫ് വാട്ടർ ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 atm ആണ്. അതല്ല 30 മീറ്റർ ഓഫ് വാട്ടർ ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിൽ ഓടണം 3 atm ആണ് പ്രഷർ എന്ന്. അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പ്രഷർ പറയാൻ പറ്റും ഇൻ ടേംസ് ഓഫ് H. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇതുപയോഗിച്ച് എന്ത് ചെയ്യാം? നമ്മളൊരു വെള്ളത്തിന് താഴെ നമ്മൾ പോവുകയാണെങ്കിൽ എത്രയാണ് പ്രഷറുകൾ വരുന്നത് എന്നറിയണം. നോക്കൂ, നമുക്കറിയാം ഓരോ 10 മീറ്ററിനും ഒരു ATM പ്രഷറാണ് കിട്ടുന്നത്. വെള്ളത്തിന് താഴെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓരോ 10 മീറ്ററിനും ഒരു ATM ആണ് പ്രഷർ. അപ്പോൾ നോക്കിയാൽ നമ്മളൊരു സമുദ്രത്തിൻ്റെ സർഫസിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഏത് പ്രഷർ ഉണ്ട്? PATM ഉണ്ട്. ഈക്വൽ ടു 1 ATM ആണത്. അപ്പോൾ ഇവിടെ 1 ATM പ്രഷർ ഉണ്ട്. ഞാനൊരു 10 മീറ്റർ താഴെ പോയി, വെള്ളത്തിന് താഴെ പോയാൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ എത്രയായിരിക്കും എന്നറിയണം. എത്ര നമ്മൾ പോയി? 10 മീറ്റർ. 10 മീറ്റർ വെള്ളം കൊണ്ട് മാത്രം ഒരു ATM ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 ATM പ്രഷർ ഉണ്ടാവും. പ്ലസ് നേരത്തെ മുകളിലുള്ള 1 ATM ഉണ്ട്. അപ്പോൾ എത്രയാ? 2 ATM ആണ് പ്രഷർ വരിക. ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. ഇനി നോക്കൂ, ഞാൻ ഒരു 10 മീറ്ററും കൂടെ താഴെ പോയാൽ വീണ്ടും 10 മീറ്റർ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ATM കൂടെ കൂടും. അപ്പോൾ ഇവിടെ 20 മീറ്റർ ആണ്. അപ്പോൾ 2 ATM പ്രഷർ ഉണ്ടാവും. പ്ലസ് മുകളിലത്തെ 1 ATM ഉണ്ടാവും. അപ്പോൾ 3 ATM ആണ്. 20 മീറ്റർ താഴെ പോയാൽ ടോട്ടൽ പ്രഷർ എത്രയാ? 3 ATM ആണ്. വെള്ളത്തിന് താഴെ നമ്മൾ 30 മീറ്റർ താഴെ പോയാൽ, ടോട്ടൽ 30 മീറ്റർ താഴെ പോയാൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ 4 ATM ആയിരിക്കും. ഞാനൊരു 5 മീറ്ററും കൂടെ താഴെ പോയി എന്ന് പറഞ്ഞാൽ 45 മീറ്റർ താഴെ എത്തിയപ്പോൾ 45 മീറ്റർ താഴെ വരുമ്പോൾ അവിടുത്തെ പ്രഷർ എത്രയാ? 45 അല്ല 35 അല്ലേ? ആണ്. അപ്പോൾ 35 മീറ്റർ താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ 3.5 ATM പ്ലസ് 1 ATM ആയിരിക്കും. അപ്പോൾ എത്രയാ? 4.5 ATM. ഞാനൊരു 3 മീറ്ററും കൂടെ താഴെ പോയി, അങ്ങനെയെങ്കിൽ അവിടുത്തെ പ്രഷർ 4.8 ATM ആയിരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വാട്ടറിൻ്റെ ഹൈറ്റ് തന്നാൽ പെട്ടെന്ന് പ്രഷർ എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം വരുന്നത്. നമ്മളെ ലിക്വിഡ് കോളം കൊണ്ടുള്ള പ്രഷർ, അതിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 2 ലിക്വിഡ് ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഒരു ലിക്വിഡ് ആണെങ്കിൽ തന്നെ നോക്കൂ, ഇത് ഒരു ഡെൻസിറ്റി ρ1 ആണ്. ഈ ഹൈറ്റ് വരുന്നത് h1 ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എത്രയാ? ശരിക്ക് ടോട്ടൽ പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ മുകളിൽ നിന്നുള്ള പ്രഷർ ആരാ? PATM ഉണ്ട്. പ്ലസ് ആര് വരും? h1 ρ1g എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മറ്റൊരു ലിക്വിഡും കൂടെ എന്ത് ചെയ്യാണ്? ഇവിടെ ആഡ് ചെയ്യാണെന്ന് കരുതുക. ഇവിടെ 2 ലിക്വിഡ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഹൈറ്റ് എത്രയാ? h2 ആണ്. ഈ ഡെൻസിറ്റി വരുന്നത് ρ2 ആണെങ്കിൽ അപ്പോൾ ഈ താഴ്ഭാഗത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ h1 ρ1g പ്ലസ് h2 ρ2g എന്ന് വരും. അതല്ല ഈ ഒരു പോയിന്റിലെ പ്രഷർ ആണ് പറയുന്നതെങ്കിലോ മുകളിൽ നിന്ന് PATM ഉണ്ടാവും പ്ലസ് ആരും ഉണ്ട്? h2 ρ2g ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ 2 ലിക്വിഡ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അടുത്തതൊരു B, അടുത്തതൊരു C. ഈ പ്രഷറുകൾ സെയിം ആണോ? അല്ല. PA നോട്ട് ഈക്വൽ ടു PB നോട്ട് ഈക്വൽ ടു PC ആണ്. ഇത് ഈക്വൽ അല്ല, അത് ഈക്വൽ ആവാൻ പാടില്ല. വ്യത്യസ്ത ഹൈറ്റുകളിലുള്ള പ്രഷറുകളാണ്, അത് ഈക്വൽ അല്ല. പിന്നെ എന്താണ് ഈ പാസ്കൽസ് ലോ പറയുന്നത്? ഞാൻ ഇവിടെ ഒരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. നമ്മൾ ഓൾറെഡി PATM ഉണ്ട്. അതിന് പുറമെ ഞാനൊരു ഡെൽറ്റ പി എന്ന ഒരു പ്രഷർ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിക്വിഡിന്റെ എല്ലാ പോയിന്റുകളിലും ഓൾറെഡി ഒരു പ്രഷർ ഉണ്ട്. അതിന് പുറമെ ഡെൽറ്റ പി എന്ന ഒരു പ്രഷർ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ
പി എ എന്ന പോയിന്റിലെ പ്രഷർ പി എ ആയിരുന്നെങ്കിൽ ഇപ്പൊ എയിലെ പ്രഷർ പി എ പ്ലസ് ഡെൽറ്റ പി ആയിട്ടുണ്ടാവും. പി ബി എന്തായി മാറിയിട്ടുണ്ടാവും? പി ബി പ്ലസ് ഡെൽറ്റ പി ആയി മാറിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ എത്ര പ്രഷർ ആണോ കൊടുത്തത് ആ പ്രഷർ എല്ലാ പോയിന്റിലും കിട്ടിയിട്ടുണ്ട്. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പോ ഒരിക്കലും പാസ്കൽസ് ലോ പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി ആണെന്ന് പറയുന്നില്ല. മറിച്ച് ഈ ഓരോ പോയിന്റിലും ഉള്ള ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി എ ഈക്വൽ ടു ഡെൽറ്റ പി ബി ഈക്വൽ ടു ഡെൽറ്റ പി സി ആണ്. അവിടെ അധികം വന്ന പ്രഷർ എക്സ്ട്രാ വന്ന പ്രഷറുകൾ എല്ലാവർക്കും സെയിം ആയിട്ടാണ് കിട്ടുക. ഇതാണ് പാസ്കൽസ്. ഇത് നമ്മൾ ഹൈഡ്രോളിക് മെഷീനിൽ കാണുന്നതാണ് പാസ്കൽസ് ലോ. ആ ഒരു സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കാറൊക്കെ വാഷ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എടുക്കുന്ന ഹൈഡ്രോളിക് ലിക്വിഡ്. ഇവിടെ നോക്കൂ, ഇങ്ങനെ ലിക്വിഡ് ഉണ്ട് ഒരു ഭാഗത്ത്. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സാണ് F1. ഇവിടുത്തെ ഏരിയയാണ് ആര്? അങ്ങനെയാണെങ്കിൽ ഇവിടെയും കൂടെ അതിനെന്ത് ചെയ്യണം? നമ്മൾ പറയാൻ പഠിക്കണം. ഒരേ ഹൈറ്റിലുള്ള ഒരേ ലിക്വിഡിന്റെ പ്രഷറുകളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഹൈറ്റ് മാറിയാൽ പോയി, അതേപോലെ തന്നെ ലിക്വിഡ് മാറിയാലും പോയി. അപ്പോൾ പ്രഷർ ഈക്വൽ ആവില്ല. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് പറയാറുള്ളത് അല്ലേ? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും പ്രഷറുകൾ ഈക്വൽ അല്ല. അപ്പോൾ പല ഷേപ്പിലുള്ള ആളുകൾ ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, അല്ലെങ്കിൽ ദാ ഇങ്ങനെ ഒന്ന്, ഇതിലൊക്കെ ഒരേ ഹൈറ്റിലാണ് ലിക്വിഡുകൾ ഉള്ളതെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രഷർ പി എ ആണെങ്കിൽ, ഇവിടുത്തെ പ്രഷർ പി ബി ആണെങ്കിൽ, ഇവിടുത്തെ പ്രഷർ പി സി ആണെങ്കിൽ, പി എ ഈക്വൽ ടു പി ബി ഈക്വൽ ടു പി സി, ആ പ്രഷറുകൾ ഈക്വൽ ആയിരിക്കും. അതിന് കണ്ടീഷൻ എന്താ? ഒരേ ഹൈറ്റ് ആയിരിക്കണം, വെർട്ടിക്കൽ ഹൈറ്റ് സെയിം ആയിരിക്കണം, അതിന് പുറമെ ഒരേ ലിക്വിഡുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രഷറുകളൊക്കെ ഈക്വൽ ആയിരിക്കും. ആ പ്രഷർ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് വാട്ടറിന് ഇൻഡിപെൻഡന്റ് ആണ്. കുറേ വെള്ളം ഉണ്ടായിട്ട് കാര്യമല്ല, ഷേപ്പ് ഓഫ് ദ വെസലിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഡ്യൂ ടു ലിക്വിഡ് കോളവും പാസ്കൽസ് ലോയും അറിയാമെങ്കിൽ ടോറിസെല്ലീസ് മെർക്കുറി ബാരോമീറ്ററിനെ കുറിച്ച് നമുക്ക് പറയാം. മെർക്കുറി ബാരോമീറ്റർ ഇങ്ങനെയാണ്. നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആ മെർക്കുറി ബാരോമീറ്ററിനെ കാണിക്കുന്നത് ദാ ഇങ്ങനെയായിരിക്കും. ഇവിടെ ഒരു ട്യൂബാണ്. ആ ട്യൂബില് ഈ പറഞ്ഞ പോലെ മെർക്കുറി ഉണ്ട്, താഴ്ഭാഗത്തും മെർക്കുറിയാണ്. അപ്പോൾ ദാ ഇത് മെർക്കുറി ആണെങ്കിൽ ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഇവിടെ ഇതിനകത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് എയർ ഇല്ല, മറിച്ച് വാക്വം ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ വാക്വത്തിന്റെ പ്രഷർ എന്തായിരിക്കും എന്നറിയോ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ദാ ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു, അത് എ ആണെങ്കിൽ പി എ ഈക്വൽ ടു എനിക്ക് എച്ച് റോ ജി എന്ന് എഴുതാം. മുകളിലുള്ള പ്രഷർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പോസ്ഡ് ടു എയർ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ പി എ ടി എം ആയിരിക്കും. അപ്പോൾ ഇത് ബി എന്ന പോയിന്റ് ആണെങ്കിൽ ആ പി ബി ഈക്വൽ ടു ആരാ? പി എ ടി എം ആണ്. പക്ഷേ പാസ്കൽസ് ലോ പ്രകാരം ഒരേ ഹൈറ്റിലുള്ള പോയിന്റുകളുടെ ഒരേ ലിക്വിഡിന്റെ പ്രഷറുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ പി എ ഈക്വൽ ടു പി ബി എഴുതുമ്പോൾ പി എ ടി എം ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എച്ച് റോ ജി എന്ന് എഴുതാം. ഇതാണ് പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഈ കേസിൽ നോക്കേണ്ട സംഗതി. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു എയർ ഉണ്ട് എങ്കിൽ
അവിടെ തന്നെ ഒരു പ്രഷർ P0 ഉണ്ട് എങ്കിൽ അപ്പോ പി എന്റെ ഇക്വേഷൻ മാറിപ്പോകും. അപ്പോൾ പി എ ഈക്വൽ ടു ആരാ? എച്ച് റോ ജി മാത്രമല്ല, മറിച്ച് ആരും കൂടെ ഉണ്ട്, P0 ഉണ്ട്. അപ്പൊ പി ബി ഓക്കെ ആണ്, പി എ ടി എം എക്സ്പോസ്ഡ് ടു എയർ ആണ്. ഞാൻ എന്താ പറഞ്ഞത്? എക്സ്പോസ്ഡ് ടു എയർ ആണെങ്കിൽ അവിടുത്തെ പ്രഷർ പി എ ടി എം ആണ്. അപ്പോ നമ്മൾ ഈക്വേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, പി എ ടി എം ഈക്വൽ ടു എച്ച് റോ ജി പ്ലസ് ആരാ? P0. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു പ്രഷറുകളെ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്ന ഒരാളും കൂടെ അതേപോലെ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതാണ് ആദ്യ ഭാഗത്തെ പ്രഷർ ഡെൻസിറ്റി, പാസ്കൽസ് ലോ, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ചെയ്യാനുള്ളത്. അതൊന്ന് നോക്കാം നമുക്ക്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് പ്രഷർ അറ്റ് half the depth of a lake is equal to 2/3 pressure at the bottom of the lake, then what is the depth of the lake? അപ്പോൾ ഒരു വെള്ളത്തിന് താഴെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രഷർ വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നോക്കാം നമുക്ക്. ഒരു ടോട്ടൽ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എച്ച് എന്ന് കണക്കാക്കാം. ഇവിടെ ഓർമ്മയിൽ വെക്കേണ്ടത് വാട്ടർ ആണ്. വാട്ടറിൽ 10 മീറ്ററിന് ഒരു ATM ആണുള്ളത്. അപ്പോൾ H/2 ഇത് ടോട്ടൽ എച്ച് ആണെങ്കിൽ H/2 പ്രഷറിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ. പ്രഷർ അറ്റ് ഹാഫ് ദ ഡെപ്ത് ഓഫ് എ ലേക്ക് ഈസ് ഈക്വൽ ടു 2/3 പ്രഷർ അറ്റ് ദ ബോട്ടം. അപ്പൊ ഈ ബോട്ടത്തിലെ പ്രഷർ എന്ന് പറയുന്നത് എച്ച് ഹൈറ്റ് കൊണ്ടുള്ള പ്രഷറാണ് അല്ലേ? ആ എച്ച് ഹൈറ്റ് കൊണ്ടുള്ള പ്രഷർ എച്ച് റോ ജി ആണ്, പ്ലസ് ആരാ? പി എ ടി എം ഉണ്ട്. അതാണ് പ്രഷർ വരുന്നത് ടോട്ടൽ. ഇതിൻ്റെ 2/3 ആണെന്ന്, ടോട്ടൽ പ്രഷറിന്റെ 2/3 പ്രഷറിന് ഈക്വൽ ആണ് H/2 റോ ജിയിലെ പ്രഷർ. അവിടെയും പി എ ടി എം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ 2/3 എച്ച് റോ ജി 2/3 പി എ ടി എം, അവിടെ ഒരു എച്ച് റോ ജി ബൈ 2. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പി എ ടി എം അങ്ങോട്ട് കൊണ്ടുപോയാൽ 1 - 2/3 1/3 പി എ ടി എം എന്ന് കിട്ടും. ഇവിടെ 2/3 എച്ച് റോ ജി മൈനസ് H/2 റോ ജി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താവും? 4 ഉണ്ട്, 4 - 3, അപ്പോൾ 1 എച്ച് റോ ജി ബൈ 6 വരും അല്ലേ? ഇതാണ് എച്ച് റോ ജി ബൈ 6 വരും. അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ATM പ്രഷർ വാട്ടർ കൊണ്ടാണെങ്കിൽ അത് 10 റോ ജിക്ക് ഈക്വൽ ആണ്. കാരണം വാട്ടർ കൊണ്ട് 10 ഹൈറ്റ് കൊണ്ടാണ് ഒരു ATM ഉണ്ടാവുക. അപ്പം എനിക്ക് ആ പി എ ടി എമ്മിനെ 10 റോ ജി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എച്ച് റോ ജി ആ 3ഉം 6ഉം കൂടെ കട്ട് ചെയ്തു. അപ്പോൾ എച്ച് ഈക്വൽ ടു എന്താ വരിക? 20 മീറ്റർ എന്നാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അതല്ലെങ്കിൽ ആ 10 മീറ്റർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താവുന്നതും കൂടെ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാണ്. എ യൂണിഫോംലി ടാപ്പറിംഗ് വെസൽ is filled with a liquid of density 900 kilogram per meter cube. The force that acts on the base of the vessel due to the liquid is. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ടാപ്പറിംഗ് ആയിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ വെസലിൻ്റെ ഷേപ്പിനെ ഒന്നും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഈ താഴ്ഭാഗത്തെ ഫോഴ്സ് ആണെങ്കിൽ ആ താഴ്ഭാഗത്തെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫോഴ്സ് ആയതുകൊണ്ട് നോക്കൂ, പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് എച്ച് റോ ജി ആ. എച്ച് ഇവിടെ 0.4 എന്ന് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി 900 ആണെന്നും ജി 10 ആണെന്നും അറിയാം. ഇൻറ്റു ഏരിയ കൊടുത്താൽ മതി. 2 × 10⁻³ എന്നാണ് താഴെ ഇവിടെ ഏരിയ തന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മളിവിടെ 2 × 10⁻³ മീറ്റർ സ്ക്വയർ ഏരിയ. അപ്പോൾ ഇവിടെ ഒരു 3 0 10⁻³ പോയി. അങ്ങനെയാണെങ്കിൽ 2 × 9 × 0.4. 2 × 0.4 എത്രയാ? 0.8 × 9 ആണ് അല്ലേ? ഇത് ഈക്വൽ ടു നമുക്ക് വരിക 7.2 ന്യൂട്ടൺ എന്നാണ് ഫോഴ്സ് വരിക. ഫോഴ്സ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. 7.2 ന്യൂട്ടൺ. രണ്ടാമത്തെ ആൻസർ ബി ആണ്. അടുത്തത് നോക്കൂ. ചെറിയ ചെറിയ കൺസെപ്റ്റുകളുടെ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതിലെ ക്വസ്റ്റ്യൻ എന്തൊക്കെയോ ഒരു സംഗതികൾ തന്നിട്ടുണ്ട്. എന്തോ ഒരു സെറ്റപ്പാണ്. എന്തോ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ പിയിലെയും എസിലെയും പ്രഷർ ഡിഫറൻസാണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ പൈപ്പ് വഴിയും അതിൻ്റെ ഹൈറ്റൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ 2 പോയിന്റും എക്സ്പോസ്ഡ് ടു എയർ ആണ്. എക്സ്പോസ്ഡ് ടു എയർ ആണെങ്കിൽ പിയിലെ പ്രഷർ PATM ആണ്, എസിലെ പ്രഷർ PATM ആണ്. അപ്പോൾ പ്രഷർ ഡിഫറൻസ് എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നുണ്ടാവും. നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹൈറ്റ് ഓഫ് എ മെർക്കുറി ബാരോമീറ്റർ ഈസ് 75 സെന്റിമീറ്റർ അറ്റ് സീ ലെവൽ. അപ്പോൾ നമ്മൾ ആ പറയുന്ന 76 അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റി പറയുന്നതാണ്. 75 സെന്റിമീറ്റർ അറ്റ് സീ ലെവലാണ്. ആൻഡ് 50 സെന്റിമീറ്റർ അറ്റ് ദ ടോപ്പ് ഓഫ് എ ഹിൽ. ഒരു കുന്നിന് മുകളിലെത്തിയപ്പോൾ അത് 50 സെന്റിമീറ്റർ ആയി. അപ്പോൾ 75 സെന്റിമീറ്റർ കൊണ്ട് ഒരു ATM ആണ് എന്ന് മനസ്സിൽ വരുത്താം. റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ടു ദാറ്റ് ഓഫ് എയർ ഈസ് 10⁻⁴. അപ്പോൾ ഓരുടെ ഡെൻസിറ്റിയുടെ റേഷ്യോ ഓരെന്നെ തന്നിട്ടുണ്ട് 10⁻⁴. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പഠിച്ചു വെച്ച വാല്യൂ എടുക്കരുത്. ദ ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈസ്. നമുക്ക് ആദ്യം ഇവരുടെ പ്രഷർ ഡിഫറൻസ് ഒന്ന് കാണാം. ഈ 75ഉം 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് മെർക്കുറിൻ്റെതാണല്ലോ തന്നത്. അങ്ങനെ ഒരു ഹൈറ്റ് തന്നാൽ ആ പ്രഷർ എത്രയാ? h⁻g. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഡിഫറൻസ് നോക്കിയാൽ ഈക്വൽ ടു 75 - 50 25 റോ മെർക്കുറി ഇൻറ്റു g ആണ്. ഇതാണ് അവിടുത്തെ പ്രഷർ ഡിഫറൻസ്. 75 - 50 ഇൻറ്റു റോ മെർക്കുറി ഇൻറ്റു g. ഇതേ പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കിയത് ആ സീ ലെവലിൽ നിന്ന് അത്ര കുന്നിൻ്റെ അത്ര തന്നെ ഹൈറ്റിൽ നമ്മൾ പോയപ്പോൾ ആ പ്രഷറിൻ്റെ ഡിഫറൻസ് ഉണ്ടാക്കിയത് ഹൈറ്റ് ഓഫ് ദ എയർ കോളാണ്. ആ ഹൈറ്റ് ഓഫ് ദ എയർ കോളം ആണ് നമ്മുടെ ഹില്ലിൻ്റെ ഹൈറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഈ പ്രഷറിനെ നമുക്ക് എയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ h × റോ എയർ ഇൻറ്റു g എന്ന് വരും. അതിലാ h ആ അത്രയും കുന്നിൻ്റെ അത്ര ഉയരത്തിലുള്ള എയർ ആണ്. അപ്പോൾ ആ h കിട്ടുമ്പോൾ നമുക്ക് ഹില്ലിൻ്റെ എന്നും കൂടെ കിട്ടും? ഹൈറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് g ഒക്കെ പോയി. ഇവിടെ തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ടു ദാറ്റ് ഓഫ് എയർ ഈസ് 10⁻⁴. അപ്പോൾ ഈ എയർ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റോ മെർക്കുറി ബൈ റോ എയർ 25 × 10⁻⁴ എന്ന് എഴുതാം. g ഒക്കെ കട്ട് ചെയ്ത് പോയാൽ ഇതാണ് h വരിക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 250 ആക്കി 10⁻³ വന്നാൽ കിലോമീറ്റർ എഴുതാം. അപ്പോൾ 250 കിലോമീറ്റർ. അതാണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരുന്നുണ്ടാവുക. പക്ഷേ പ്രശ്നമുണ്ട്, നമ്മളിവിടെ 250 ഓപ്ഷനിലില്ല. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, അത് നമ്മൾ മാറ്റിയിട്ടില്ല ഹൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ കിട്ടിയ ഹൈറ്റ് സെൻറ്റിമീറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 2 അതിന് കുറക്കണം. ആ 2 അതിന് കുറച്ച് കഴിഞ്ഞാൽ 10⁻² എന്ന് കിട്ടും. അപ്പോൾ അവിടെ 2.5 × 10⁻³ മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ 2.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ഞാനിവിടെ കൊടുത്തത് സെൻറ്റിമീറ്ററിലായതുകൊണ്ട് കിട്ടുന്ന ഹൈറ്റും ഏതിലാവും? സെൻറ്റിമീറ്ററിലാവും. അപ്പോൾ അതൊന്ന് മാറ്റണം. നോക്കൂ. അപ്പോൾ നമ്മൾ കിലോമീറ്ററിലാക്കി പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഈക്വൽ മാസസ് ഓഫ് എ വാട്ടർ ആൻഡ് എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 2 ആർ മിക്സ്ഡ് ടുഗദർ. ദെൻ ദ മിക്സർ ഹാസ് എ ഡെൻസിറ്റി ഓഫ്. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി 2 എന്ന് തന്നാൽ അത് g/cc അർത്ഥം. അപ്പോൾ വാട്ടറിൻ്റെ 1 ആണ്. ഈക്വൽ മാസസ് ആണ് മിക്സ് ചെയ്തതെങ്കിൽ ആവറേജ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ 2ρ1 ρ2 ഡിവൈഡഡ് ബൈ ρ1 + ρ2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ ആൻസർ വരിക? 4/3. ഓപ്ഷൻ ബി ആണ് വരിക. ഈക്വൽ മാസ് ആണെങ്കിൽ 2ρ1 ρ2 ഡിവൈഡഡ് ബൈ
റോ 1 പ്ലസ് റോ 2. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ. The pressure at the bottom of a tank containing a liquid does not depend on. പ്രഷറിന്റെ ഇക്വേഷൻ എച്ച് റോ ജി ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏരിയ ഓഫ് ദ ബോട്ടം സർഫസ് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. അത് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നേച്ചർ ഓഫ് ദ ലിക്വിഡ് ഡിപ്പെൻഡ് ചെയ്യും. ഡെൻസിറ്റി. 7. A barometer kept in a stationary elevator. ഒരു ലിഫ്റ്റ് സ്റ്റേഷനറി ആണ്. റീഡ്സ് 76 സെന്റിമീറ്റർ. If the elevator starts accelerating upward, the reading will be. അപ്പോൾ സാധാരണ പ്രഷർ എച്ച് റോ ജി ആണ്. ഒരു ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ എച്ച് റോ ഇൻറ്റു ജി പ്ലസ് എ എന്നാവും. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ റീഡ്സ് മോർ ദാൻ 76 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് ആൻസർ വരിക. അടുത്തത് നോക്കിയാൽ ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്, നോക്കണം. A closed rectangular tank is completely filled with water and is accelerated horizontally with an acceleration a towards the right. ഇവിടെ ഒരു എന്തുണ്ട്? ഇങ്ങനെ ഒരു വെസൽ ഉണ്ട്, അതിൽ ലിക്വിഡും ഉണ്ട്. അത് ഇങ്ങനെ ഹൊറിസോണ്ടലി ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. എ ബി സി ഡി. ഇതിൽ മാക്സിമം പ്രഷർ എവിടെയാ, മിനിമം പ്രഷർ എവിടെയാണെന്ന് അറിയണം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഹൊറിസോണ്ടലി ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, ലോസ് ഓഫ് മോഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഇവിടെ നമ്മൾ ഇതിന് ഓരോ ബ്ലോക്കുകളാക്കി മാറ്റുകയാണെങ്കിൽ ഇതിനിടയിലൊക്കെ ഓരോ ടെൻഷൻസ് ഉണ്ടാവും. ആ ടെൻഷൻ കാണാനുള്ള ഇക്വേഷൻ ബാക്കിലുള്ള മാസ് ഇൻറ്റു ആക്സിലറേഷൻ പ്ലസ് ബാക്കിലുള്ള ഫോഴ്സ്, അങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലേ? അല്ലെങ്കിൽ സ്യൂഡോ ആക്സിലറേഷൻ്റെ കൺസെപ്റ്റും പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ സ്യൂഡോ ആക്സിലറേഷൻ്റെ കൺസെപ്റ്റ് വരുമ്പോൾ ആക്സിലറേഷൻ ദാ ഇങ്ങോട്ടുണ്ടാവും. ഈ ഒരു പോയിന്റിൽ സ്യൂഡോ ആക്സിലറേഷൻ ഇങ്ങോട്ടാണ്. ആ ആക്സിലറേഷൻ കൂടുതൽ അല്ലെങ്കിൽ ആ ഫോഴ്സ് കൂടുതൽ കിട്ടുക ഏറ്റവും ബാക്ക് ഭാഗത്താണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ സാധാരണ രീതിയിൽ ഈ വെസൽ പെട്ടെന്ന് അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ വാട്ടർ എങ്ങോട്ടാണ് നിൽക്കുക? ഇങ്ങോട്ട് തള്ളിയിട്ടാണ് നിൽക്കുക അല്ലേ? ആ ഒരു കാര്യം ഓർത്ത് വെക്കണം. നമ്മൾ ഒരു വെസലിനെ ദാ ഇങ്ങനെ ഉണ്ട്, ഇത് ഇങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്താൽ ലെവലിൽ നിന്നിരുന്ന ലിക്വിഡ് ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സ്വാഭാവികമാണ്. ഒരു വെസല് റിട്ടാർഡ് ചെയ്യുകയാണെങ്കിൽ ആ വെസലിലെ ലിക്വിഡ് ദാ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് റിട്ടാർഡേഷൻ ആണെങ്കിൽ അതിങ്ങനെ നിൽക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ ആ ലിക്വിഡ് അങ്ങനെ തന്നെ നേരെ ഹൊറിസോണ്ടലി നിൽക്കും. അപ്പോൾ ഇങ്ങോട്ടാണ് കൂടുതൽ തള്ളു വരിക. അപ്പോൾ ആ തള്ളു കൂടുന്നത് എയിലും ബിയിലുമായിരിക്കും കൂടുതൽ വരിക, ഡിയിലും സിയിലും കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കൂടുതൽ വരാൻ സാധ്യത എവിടെയാ? എയിലും ബിയിലും. ഈ സ്യൂഡോ ആക്സലറേഷൻ കാരണത്താൽ. ഈ എയിലും ബിയിലും തന്നെ ഏറ്റവും കൂടുതൽ വരെ ബിയിലാണ്, കാരണം അതിനാ ഡെപ്ത് കൂടുതൽ. അപ്പോൾ മാക്സിമം പ്രഷർ കിട്ടുന്നത് എവിടെയാ? ബിയിലാണ്. കുറവുകൾ എവിടെയാ? ഡിയിലും സിയിലും. അതിൽ തന്നെ കുറവേതാ? ഡിയാ, കാരണം അത് ഹൈറ്റ് കുറവാണ്. അപ്പോൾ മാക്സിമം ബിയിലും മിനിമം ഡിയിലുമാണ് വരിക. അപ്പോൾ മാക്സിമം ആൻഡ് മിനിമം ബി ആൻഡ് ഡി ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ ഏതാ? എ ആണ് വരിക. ഇനി നോക്കാം 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ബാരോമീറ്റർ ട്യൂബ് റീഡ്സ് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. അപ്പോൾ 76 സെന്റിമീറ്റർ ഹൈറ്റിലാണത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ATM ആണ് പ്രഷർ. If the tube is gradually inclined at an angle of 60 degree with the vertical, വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി നമ്മൾ ചരിച്ചു കഴിഞ്ഞാൽ, കീപ്പിംഗ് ദ ഓപ്പൺ ആൻഡ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ മെർക്കുറി റിസർവോയർ, ദ ലെങ്ത് ഓഫ് ദ മെർക്കുറി കോളം വിൽ ബി. ഇത് നമ്മൾ ആ പ്രഷർ ഡ്യൂ ടു എ ലിക്വിഡ് കോളം വെർട്ടിക്കൽ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ പ്രഷർ കിട്ടേണ്ടത് ഇതാ 76 സെന്റിമീറ്റർ വെർട്ടിക്കൽ ഹൈറ്റ് വേണം, എന്നാലേ ഒരു ATM പ്രഷർ ആവുള്ളൂ.
അപ്പോൾ നമ്മൾ ഈ ട്യൂബിനെ ചെരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആ വെർട്ടിക്കൽ ഹൈറ്റ് ഇതേ ഹൈറ്റിൽ വന്നിരിക്കണം. നോക്കൂ, എമൗണ്ട് ഓഫ് മെർക്കുറി ഇൻ ദ ട്യൂബ് കൂടും, അതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയായിരിക്കും? 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്താ? ദ ലെങ്ത് ഓഫ് ദ മെർക്കുറി കോളം വിൽ ബി. ഈ ലെങ്ത് എത്രയാണ് ആ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ലെങ്ത് എത്രയാ? ഇത് 76 സെൻറ്റിമീറ്ററാ. ഈ ആംഗിൾ ഒരു പറഞ്ഞു 60 ഡിഗ്രി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ എൽ cos 60 ആണല്ലോ, 76 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൽ cos 60 ഈക്വൽ ടു ആരാണ്? 76 ആണെങ്കിൽ cos 60 1/2 അല്ലേ? ആ 2 അങ്ങോട്ട് പോയാൽ 2 × 76. അപ്പോൾ 152 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ത് വരിക? ആ മെർക്കുറി കോളത്തിൻ്റെ ഇങ്ങനെ ഇൻക്ലൈൻഡ് ലെങ്ത് വരിക. അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 152 സെൻറ്റിമീറ്റർ. നോക്കാം അടുത്തത്. The height to which a cylindrical vessel be filled with a homogeneous liquid to make the average force with which the liquid presses the side of the vessel equal to the force exerted by the liquid on the bottom of the vessel is equal to. നമ്മൾ പറഞ്ഞിരുന്നു ഒരു സിലിണ്ട്രിക്കൽ വെസലിൽ താഴ്ഭാഗത്തും സൈഡ് വാളിലും കിട്ടുന്ന പ്രഷറുകൾ ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നത് R = H ആണ്. ഹൈറ്റ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ വെസൽ ആവണം. അത് നേരിട്ട് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇനി എ ട്രയാങ്കുലാർ ലാമിന ഓഫ് ഏരിയ എ and height h is immersed in a liquid of density d in a vertical plane with its base on the surface of the liquid. The thrust on the lamina is. No. ഇത് ഒരു അത്യാവശ്യം ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ഒരു വെസലുണ്ട്. ആ വെസലിന് നമ്മൾ ഒരു ട്രയാങ്കുലാർ ലാമിന നമ്മൾ വെക്കുകയാണെങ്കിൽ നോക്കൂ, ഒരു ട്രയാങ്കുലാർ ലാമിൻ ഉണ്ട്. ആ ട്രയാങ്കുലാർ ലാമിൻ ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് ഒരു ബീക്കറിലാണ്. അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമുക്ക് കാണേണ്ടത്. അത് കാണുന്ന സമയത്ത് നോക്കൂ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു വെസലില് ഇങ്ങനെയാണ് ലിക്വിഡ് എങ്കിൽ ആ ലിക്വിഡിൽ ഒരു ട്രയാങ്കുലാർ ലാമിൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇതും അങ്ങനെ ഓരോ ലിക്വിഡ് കൊണ്ടുള്ള ഫോഴ്സ് ഉണ്ടാവും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഒരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ഹൈറ്റിന് ഞാൻ എച്ച് എന്ന് വിളിച്ചു എന്ന് കരുതുക. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. ഒരു ട്രയാങ്കുലാർ ഏരിയയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടെ മനസ്സിലാവും. ഞാനിവിടെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. ആ സ്ട്രിപ്പിൻ്റെ ആ ഒരു ഹൈറ്റ് വരുന്നതിനെ ഞാൻ dy എന്ന് വിളിച്ചു. ഇതിന് മുകൾ ഭാഗത്തുനിന്ന് വരുന്ന ഹൈറ്റ് ആരാണ്? y-യുമാണെങ്കിൽ ആ ഒരു പോർഷനിൽ അതിന് വരുന്ന എന്ത് പ്രഷർ എന്ന് പറയുന്നത് y(ρg) ആയിരിക്കും. ഇതിൻ്റെ ബേസിന് ഞാൻ b എന്ന് കൊടുത്താൽ ഇവിടുത്തെ ഈ ഒരു ഹൈറ്റാണ് dy. ഈ ഒരു ബേസിൻ്റെ ചെറിയ പോർഷനെ ഞാൻ x എന്ന് കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ട്രയാങ്കുലാർ ലാമിന ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാമെന്നറിയോ? ഈ y-യും x-ഉം അതേപോലെ h-ഉം b-യും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അത് നോക്കാം. ഇവിടെ രണ്ട് ട്രയാങ്കിൾ, മുകളിൽ ഒരു ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും കൂടെ കൺസിഡർ ചെയ്താൽ അത് സിമിലർ ആണ്. സിമിലർ ആണെങ്കിൽ y/x ഈക്വൽ ടു, ഇത് ചെറിയ ട്രയാങ്കിളിൻ്റെതാണ്. വലിയ ട്രയാങ്കിളിൻ്റെയോ h ആണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ h ഡിവൈഡഡ് ബൈ ആരാ? b എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എക്സിനെ മാറ്റി എഴുതാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും, അല്ലെങ്കിൽ വൈനെ മാറ്റി എഴുതാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇനി നമ്മൾ നോക്കാം.
ഇവിടെ y എന്ന ഡെപ്തിൽ വരുന്ന എന്ത് പ്രഷർ എന്ന് പറയുന്നത് y rho g ആണ്. y rho g ആണ് y ഡെപ്തിൽ വരുന്ന പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ കിട്ടിയാൽ അവിടുത്തെ ഫോഴ്സ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ പോർഷനിൽ വരുന്ന ഫോഴ്സ് ആരാണ്? ഡി എഫ് ആണെങ്കിൽ y rho g ആണ് പ്രഷർ ഇൻറ്റു എന്ത് കൊടുക്കണം? ഏരിയ കൊടുക്കണം. അപ്പോൾ ആ ഒരു ഏരിയ കൊടുക്കുന്ന നേരത്ത് ഡി വൈ ആണ് ഹൈറ്റ്, എക്സ് ആണ് ലെങ്ത് എങ്കിൽ ഏരിയ ഡി വൈ ഇൻറ്റു എക്സ് വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ അതിനകത്ത് എക്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ എക്സിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഇവിടുന്ന് ഒഴിവാക്കണം. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു റിലേഷൻ ആദ്യം ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷന് ഞാൻ y rho g ഇൻറ്റു ഡി വൈ ഇൻറ്റു എക്സിന് നമുക്ക് എന്ത് എഴുതാം? y b ഡിവൈഡഡ് ബൈ എച്ച് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അപ്പോൾ ആ വൈയിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് 0 to h ആണ് അതിൻ്റെ ലിമിറ്റ് വരിക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ, ഇതിൽ റോ ജി ഇൻറ്റു എച്ച് ബൈ ബി എന്ന് പറയുന്നത് ബി ബൈ എച്ച് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വൈ സ്ക്വയർ ഡി വൈൻ്റെ ഇൻ്റഗ്രലാണ് വേണ്ടത്. അതാരാ? വൈ ക്യൂബ് ബൈ 3 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് നമ്മൾ കൊടുക്കുന്നതോ 0 to h ആണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ വരിക ഇവിടെ ബി റോ ജി ബൈ എച്ച് ഇൻറ്റു എച്ച് ക്യൂബ് ബൈ 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിരുന്നു എ എന്ന്. അതിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലേ വരിക? അതവിടെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ബി ഇൻറ്റു എച്ച് അവിടെ ഉണ്ട്. ബി ഇൻറ്റു എച്ച് ഏരിയ ആയി. പിന്നെ അവിടെ ഒരു എച്ച് സ്ക്വയർ ആണുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഈ ഒരു എച്ച് ഞാൻ ആദ്യം കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? സ്ക്വയർ വന്നു. അതിൽ ഒരു 1/2 ബി എച്ച് എടുത്താൽ നമുക്ക് ഏരിയ ആക്കാം. അപ്പം ഞാൻ അവിടെ ഏരിയ കൊണ്ടുവന്നു. ബൈ 2 കൊടുത്താൽ അവിടെ എന്ത് വരും? 1/6 വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കൂ, അവിടെ നമുക്ക് വരുന്നത് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. അപ്പം നമുക്കവിടെ ബി എച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബി എച്ചിന് നമുക്ക് എന്ത് കൊടുക്കാം? 2a എന്ന് കൊടുക്കാം അല്ലേ? അതാണ് അവിടുത്തെ ബി എച്ച് മാറ്റി. ഇനി നമുക്ക് അവിടെ ബാക്കിയുള്ളത് ഒരു എച്ച് ഉണ്ട്. അപ്പോൾ എച്ച് റോ ജി ഹോൾ ഡിവൈഡഡ് ബൈ ആരാണ്? 3. അപ്പോൾ 2/3 എ എച്ച് റോ ജി എന്നാണ് നമുക്ക് എന്ത് വരിക? അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പോവാനുള്ള ഒരാളാണ്. അതിൽ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ഡി ആണ് വരിക 2/3 എ എച്ച് റോ ജി. എങ്ങനെയാണ് ഒരു ട്രയാങ്കുലാർ ലാമിനയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ കിട്ടേണ്ടതാണ്. If two liquids of same masses but densities ρ1 and ρ2 respectively are mixed, then density of mixture is given by 2 ρ1 ρ2 divided by ρ1 plus ρ2. അത് നമുക്കറിയാം. ഈക്വൽ മാസ് ആണെങ്കിൽ, ഈക്വൽ വോള്യൂം ആണെങ്കിലോ ρ1 plus ρ2 by 2 ആണ് വരിക. ഇനി നോക്കൂ, 3 liquids of densities D, 2D and 3D are mixed in equal proportions of weights. മാസ് ഈക്വൽ ആണ്. ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ മിക്സർ ഈസ്. അപ്പോൾ ഇവിടെ 3 ആളുകളുണ്ട്, D, 2D, 3D. അങ്ങനെ ഈക്വൽ മാസിന് നമ്മൾ മിക്സ് ചെയ്താൽ 2 ρ1 ρ2 എന്നുള്ളതിന് പകരം 3 ഡിവൈഡഡ് ബൈ റോ മിക്സ്ചർ ഈക്വൽ ടു 1/d പ്ലസ് 1/2d പ്ലസ് 1/3d. ആവറേജ് വെലോസിറ്റി നമ്മൾ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ 3 റോ മിക്സ്ചർ ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നമുക്ക് 6 ആണല്ലോ അല്ലേ ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 6 പ്ലസ് 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 6d. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു? 11 വന്നു. 11 ഉണ്ട് ഇവിടെ 6d ഉണ്ട്. അപ്പോൾ റോ മിക്സ്ചർ ഈക്വൽ ടു 6 × 3
18d/11 ആണ് വരിക, ഓപ്ഷൻ ബി. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഒരുപാട് ലിക്വിഡ് വരുമ്പോൾ ആ രീതിയിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ. അത് കൃത്യമായി ചെയ്ത് നോക്കിയാൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.